ഒരു കുട്ടീനെ വളർത്തുന്നത് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? ഈ ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ കുട്ടിയെ വളർത്തുന്നു എന്നുള്ള കോൺസെപ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി പാരൻസും ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കുട്ടിയെ വളർത്തുന്നവരുണ്ട്. കാരണം കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന കപ്പിൾസൊക്കെ ഉണ്ട്, നമ്മളങ്ങനെ കേട്ടിട്ടുമുണ്ട്. എന്നാൽ മെജോറിറ്റി കപ്പിൾസും എൻ്റെ അനുഭവം അനുസരിച്ചും യഥാർത്ഥത്തിൽ വളർത്തുകയല്ല, അവരുടെ ജീവിതത്തോട് കൂടെ അവർ വളരുകയാണ്. അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തരത്തിലേക്ക് അവരോട് സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്കും അവരിലുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിന് അവരോട് കൂടെ ചേർന്ന് സന്തോഷിക്കാനായിട്ട് അങ്ങനെ ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞ് ചെയ്യുന്നത്. വളർത്തുന്നു എന്ന് പറയണത് നമ്മൾ പറയുമ്പോഴത്തേക്കും പറയും ഞാൻ വളർത്തി എന്നൊക്കെ പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓണർഷിപ്പോട് കൂടെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വളരുന്നതാണ് ശരിക്കും നമ്മളുടെ കൂടെ. അല്ലാണ്ട് വളർത്തുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാൻ തോന്നുന്നില്ല. അതാണ് വാസ്തവം. നീ പറഞ്ഞു കാരണം നമ്മളങ്ങനെ വളർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അവർ വളരണം. അങ്ങനെയല്ല, നമ്മളുടെ കൂടെ വളരുമ്പോഴത്തേക്കും നമ്മളുടെ കുറേ ട്രെയ്റ്റ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് മാറാനായിട്ടും അവരും നമ്മളെപ്പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തരത്തിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ചില ഊർജ്ജം നമ്മളുടെ അവർക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നതല്ല, അവരെടുക്കുന്നതാണ്. അത് പക്ഷേ അങ്ങനെ പറയാത്തടത്തോളം കാലം അവർക്ക് മനസ്സിലാവില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നതും പറയുന്നതും. അല്ലെങ്കിൽ ഇത് എവിടെയും പറയേണ്ട കാര്യമില്ല. എല്ലാ പാരൻസും ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ ആ കുട്ടികളെ വളർത്തല്ല, അവരുടെ കൂടെ വളരുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. നീ പറഞ്ഞു എന്താണ് നിൻ്റെ, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയാം, തെറ്റാണെന്ന് പറയാം. അങ്ങനെ എന്താ ഞാൻ വളർത്തിയെന്ന് പറഞ്ഞു. ഇവരെയൊക്കെ വളർന്നു വന്ന സാഹചര്യം പറഞ്ഞാലും മതി. അവർക്ക് അവരെ നല്ല രീതിയിൽ വളർത്തുക. നല്ല രീതി എന്ന് പറഞ്ഞാൽ അതെന്താന്ന് പോലും എനിക്കറിയാം. ഇങ്ങനെ ജനിച്ചത് തൊട്ട് ഇതുവരെ ഇല്ല, ഒരുപാട് ജേണിയിലൂടെ. പക്ഷെ അങ്ങനെ ഇവരെ വളർത്താൻ അങ്ങനത്തെ ഒരു എഫേർട്ട് എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചെറുത് തൊട്ടിട്ട് ഈ പ്രായം വരെയും അവരെങ്ങനെ എന്താ പറയുക അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വളരണം അങ്ങനെ വളരണം അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവരെ അടിച്ച് വളർത്തുക അതും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഞാൻ അടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാകുന്നതുകൊണ്ട് അരികൂടനെ ചെറിയൊരു അടി അടിച്ചിട്ടുള്ളത്, അല്ലാതെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, നമുക്കും ഉണ്ടായിട്ടില്ല. പിന്നെ സേനേട്ടൻ പറഞ്ഞത് എന്നോട് വളരെയധികം യോജിക്കുന്നു. എന്റെ ശരിയല്ല, അത് മാറ്റി. ഇപ്പോഴത്തെ കാലം ഇപ്പൊ ഞാൻ ആക്ച്വലി കുറെ റിസർച്ച് പേപ്പറൊക്കെ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പം പണ്ടൊക്കെ ഒരു 2 കുട്ടികളെന്ന് പറയുന്നത് നോർമലാണ്. അതിന് മുമ്പ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ ആക്ച്വലി 1 താഴെയാണ്. കുട്ടികൾ വേണ്ടാന്ന് വരെ പലരും പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ റീസൺ പൈസ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് അത് വന്നത്. കാരണം മുമ്പ് യഥാർത്ഥത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലാകുമ്പോഴത്തേക്കും വീട്ടിൽ തന്നെ ഒരു എന്താ പറയുക മുത്തച്ഛനും ചിലപ്പോൾ ഒരു വർഷം മുതുമുത്തച്ഛൻ വരെ ഉണ്ടാവും. ഇപ്പം ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടാതെ അറ്റ്ലീസ്റ്റ് വെക്കേഷനുകളിൽ എൻ്റെ അമ്മായിമാരുടെ മക്കൾ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയം വീട്ടിൽ ചുരുങ്ങിയതൊരു 15-20 പേരോളം ഉണ്ടാവും. അപ്പോൾ അതൊന്നും അവർക്ക് ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൈസ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ഫാക്ടറല്ല ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കപ്പിൾസിന് ഒരു ജീവിതം കൊണ്ടുപോകുമ്പോഴത്തേക്കും അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അനിവാര്യമാണെന്നുള്ള ചിന്ത അറിയാതെയോ അറിഞ്ഞോ ശരിക്കും പറഞ്ഞാൽ അവർ കൊണ്ടുപോകുന്നതാണ്. കുറച്ച് പേര് അത് അറിഞ്ഞ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് അതറിയാതെ ആ കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ അവർ ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അന്ന് പക്ഷേ ഈ പറഞ്ഞ കുട്ടികൾ 1-2 കൂടുതലായാൽ പോലും
അവരുടെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് ചിലപ്പം അമ്മയുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനുണ്ടാവും, അതുപോലെ ചിലപ്പോൾ കസിൻ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സമയം മണി ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് എനിക്ക് ആ സമയത്തെ കാര്യം വെച്ച് പറയുമ്പോഴത്തേക്കും പറയണത്. ഇപ്പോൾ അത് തന്നെയാണ് വാസ്തവം. മണിയല്ല വേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ടൈമാണ്. ഇപ്പോൾ ഇവരുടെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് 2010 ജോലി കിട്ടുന്നത്. അപ്പോൾ 2010 എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ 2 പേരുടെയും ജനനം കഴിഞ്ഞു. ഒരാൾ 99-ലും അടുത്ത ആൾ 2003-ലും. അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ 2 പേർക്കും ഒരു 6-7 വയസ്സ് വരെ ടോട്ടൽ കെയർ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റി. രണ്ടാമത്തെ ആൾക്കാണ് വീണ്ടും ആ ടൈം കുറച്ച് കുറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. 2 പേരും ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രണ്ടാമത്തെ ആൾക്ക് അത്രയും ടൈം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ ഏറ്റവും ആവശ്യമുള്ള സമയം അത് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 വയസ്സ് വരെയുള്ള സമയമാണ്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ കുറേശ്ശെ അച്ഛനമ്മമാരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അത്രയും സമയം 2 പേർക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മൂത്താൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കാരണം 99 മുതൽ 2010 വരെ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും സമയം മൂത്താൾക്ക് കിട്ടി. രണ്ടാമത്തെ ആൾക്ക് 2003 മുതൽ 2010 വരെ കഷ്ടി ഒരു 6-7 വർഷം കിട്ടിയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണിയല്ല ഫാക്ടർ, ശരിക്കും പറഞ്ഞാൽ ടൈം. നമ്മൾ എത്ര സമയം നമ്മളുടെ മക്കളോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം, അത് പരസ്പരപൂരകമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനമ്മയോടും കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് കൂടെ ഒരു ഫാക്ടറാണ്. അങ്ങനത്തെ ഒരു പിന്നെ ചിന്താഗതികളൊക്കെ തലമുറ മാറ്റം വരുമ്പോഴത്തേക്കും കൈമോശം വരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ പോലും സമയം തന്നെയാണ് പ്രധാനം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആരുടെ ഒപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന പിന്നെ റെസ്പോൺസുകൾ, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. അതായത് അവരുടെ കെയർ, ലവ്, അഫെക്ഷൻ എല്ലാം ഉണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പം ശാസിക്കുന്നതിന് പകരം നോക്കിയാൽ മതിയാവും, അതിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. കാരണം ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത്, അതൊക്കെ നടക്കും. അപ്പോൾ ടൈം ആണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് മണിയെക്കാട്ടും. നമുക്ക് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ക്രോസ് സെക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് പൈസ ഇല്ലെങ്കിൽ പോലും കുട്ടികളോട് എൻജോയ് ചെയ്യുന്നത് കാണാം. അപ്പം അതൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം സമയം നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ പറയുന്നുണ്ട് ഒരു കാര്യം, അടുത്ത നീ ആദ്യം പറഞ്ഞു. മമ്മിയാണെങ്കിൽ ഇത് പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലേ ഉള്ളതും നിങ്ങളുടെ തലമുറയ്ക്ക് ഇല്ലാതിരുന്നതും ഇന്ന് അത് അവരെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള കാര്യം. കറന്റ് ജനറേഷന് ഉള്ളതും നിങ്ങളുടെ ജനറേഷൻ ഇല്ലാതിരുന്നതും അവരെ നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ ബാധിക്കുന്നത്? ഇത് ഇപ്പോൾ പറയുന്ന ഈ മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഉദ്ദേശിച്ചത്? പക്ഷെ അത് നമുക്ക് ആ സമയത്ത് ഇല്ലാതിരുന്നതിന് വിഷമമൊന്നും തോന്നിയിട്ടില്ല. കാരണം അന്നത്തെ അതിൽ നമുക്ക് അങ്ങനെയൊക്കെ മതിയായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് എല്ലാം അവൈലബിളാണ്. എന്തും അവരാവശ്യപ്പെടുന്ന സമയത്ത് വാങ്ങിച്ചു കൊടുക്കാനും ചില പേരൻസ് തയ്യാറാണ്. നമുക്കൊക്കെ ലിമിറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവരിലേക്ക് എത്തിയിട്ടുള്ളത്. എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ആ സമയത്ത് അതില്ലാതിരുന്നതുകൊണ്ട് ഫോണില്ല അല്ലെങ്കിൽ മൊബൈൽ കൊണ്ടു നടക്കാൻ പറ്റാത്തത് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും അന്നേരം തോന്നിയിട്ടില്ല. പക്ഷേ ആ സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കുടുംബത്തോടൊപ്പം. ഈ പറഞ്ഞ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ അവരോടൊക്കെ നിറഞ്ഞ കുടുംബത്തിലൊക്കെ ജീവിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ്. ഇവരെ സംബന്ധിച്ച് ഞങ്ങൾ 4 പേരിൽ ഒതുങ്ങുന്ന ഒരു ഇതാണ്. പക്ഷെ എന്നിരുന്നാലും ആ കുടുംബത്തിൻ്റെ ഒരു ഇത് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്. കാരണം അവിടെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു സ്മോൾ ഫാമിലി എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പിന്നെ ഫാമിലി ഇത് മാത്രമല്ല, ഇതിന് പുറത്തും നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്ന പോലെ
അത് തിരിച്ചറിയിക്കത്തക്ക രീതിയിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ എല്ലാ ആഴ്ചകളിലും നിർബന്ധമായിട്ടും വീട്ടിലേക്ക് ഒന്നുകിൽ ഫോണായിട്ടോ അല്ലെങ്കിൽ വീഡിയോ കോളായിട്ടോ വിളിച്ച് നമ്മൾ എൻ്റെ അമ്മയായിട്ടും എൻ്റെ സഹോദരങ്ങളായിട്ടും അവരുടെ പിള്ളേരായിട്ടും ഒക്കെ നമ്മൾ പിന്നെ വിളിച്ച് സംസാരിക്കുന്നൊരു നിർബന്ധം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നിർബന്ധം ഏറെക്കുറെ ഒരു 4-5 വർഷം വരെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം ആ സ്മോൾ ഫാമിലിയുടെ ലിമിറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ അറിയാതെ തന്നെ ഒരു കുട്ടിയിൽ ഒരു സഫക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് പലരും തിരിച്ചറിയുന്നൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ അവരോട് വിളിക്കാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നു, ഇവരോട് ഞാൻ പറയാറുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് അവരോടൊരു ഇൻറ്റിമസിയോ അല്ലെങ്കിൽ ഒരു അഫെക്ഷനോ ഉണ്ടാവാതെ പോകും. ഇപ്പം എനിക്ക് ഉറപ്പാണ് അവരുമായിട്ട് ഒരു ഇൻറ്റിമസിയും അഫെക്ഷനൊക്കെ ഉണ്ട്. അത് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് രണ്ടുപേരും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു അഫെക്ഷൻ അവരിലുടനീളം കാണുന്നുണ്ട്. എത്രത്തോളം അത് ഒരു മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നിരുന്നാലും ഈ സമയം വരെ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് അവർക്കും സന്തോഷമാണ്. അത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പാരന്റിങ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും എൻഡ് ചെയ്യുക? പാരന്റിങ് ശരിക്കും പറഞ്ഞാൽ എൻഡ് ചെയ്യുന്നില്ല. കാരണം അതിന് ശരിക്കും പറഞ്ഞാൽ രൂപമാറ്റം സംഭവിക്കുന്നേ ഉള്ളൂ. പാരന്റിങ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൂടുതൽ പിന്നെ കെയറും സപ്പോർട്ടും എല്ലാം ആ കുഞ്ഞിന് വേണം. ആ സമയം മുതൽ അവർ വളർന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് നടക്കാനും അതിനുശേഷം പഠിക്കാനും അതിനുശേഷം പഠനത്തിന് ശേഷം അവർ ഒറ്റയ്ക്കൊരു ജോലി ചെയ്യുന്നത് വരെയും ഏതായാലും നമ്മളതിനെ സൂക്ഷ്മതയോടെ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ പാരൻറ്റിങ് ഉണ്ട്. അവിടെ ആ പാരൻറ്റിങ്ങിന് രൂപമാറ്റം സംഭവിക്കുകയാണ്. കുട്ടികൾ വളരുന്നതനുസരിച്ച് നമ്മൾ ആ ആൾക്ക് ഇൻഡിപെൻഡൻറ്റ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള തരത്തിലേക്ക് മാറുന്നുവെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനെ നോക്കിക്കാണുന്ന രീതിയിലേക്ക് മാറുകയാണ് പാരൻറ്റിങ്. അത് അവസാനിക്കുന്നില്ല ആക്ച്വലി. നമ്മളത് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ വാർദ്ധക്യത്തിലെത്തുമ്പോഴത്തേക്കും ആ വാർദ്ധക്യത്തിലെത്തുമ്പോഴും ശരിക്കും പറഞ്ഞാൽ പാരൻറ്റിങ് നടക്കുന്നുണ്ട്. പക്ഷെ അത് ആ സമയമാകുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തെ പാരൻറ്റിങ് നേച്ചർ എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പം പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. അത് എത്തുമ്പോഴേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോഴത്തേക്കും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ജീവിതം പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ളതാണ്. ആരല്ല, അതാ ഞാൻ പറഞ്ഞത്. ജീവിതം പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, അത് നമ്മൾ ജീവിച്ച് പഠിക്കാൻ തന്നെ പറ്റും. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞത് പാരൻറ്റിങ് എൻഡ് ചെയ്യുന്നത് വെച്ചാൽ പാരൻറ്റിങ് എൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് എങ്ങനെയാണ് എൻഡ് ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമ്മളായി മാറില്ലേ. അതാണ്, ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അവർക്ക് നമ്മളിൽ ഉണ്ടായിട്ടുള്ള നല്ല ശീലങ്ങൾ അവരിലൂടെ മക്കളിലേക്ക് ട്രാൻസ്ഫർ ആവാണ്. അപ്പോൾ ആക്ച്വലി യഥാർത്ഥത്തിൽ അത് എൻഡ് ആവുന്നില്ലല്ലോ, ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ പോലെ തന്നെ പല ഡൈലൂഷനും അവിടെ സംഭവിക്കും. അതായത് ഒരു പിന്നെ കുറേ ഡൈലൂട്ട് ചെയ്യും, കുറേ കൂട്ടിച്ചേർക്കപ്പെടും. അത് എല്ലാ സമയത്തും എല്ലാ ആസ്പെക്റ്റിലും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളത്. ഇത് ഫൈനലാണ്. ഇപ്പം നിങ്ങൾ ഇല്ലാതായതിനു ശേഷം എന്തായിരിക്കും നിലനിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നമ്മൾ ഇല്ലാതായാൽ നമ്മൾ നിലനിൽക്കുന്നത് അവരിലൂടെയാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇല്ലാതാവുന്നു എന്നുള്ളൊരു കാര്യം അത് നമ്മൾ മാത്രമല്ലല്ലോ. ലോകത്തിൽ പിന്നെ ജീവനോടെ ജനിക്കുന്ന ഒരാൾക്ക് ആ ലൈഫ് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ സ്പിരിച്വലായി പോവും. കാരണം ദേഹിയിൽ എന്താ പറയുക, ദേഹത്തിൽ നിന്ന് ദേഹിക്ക് വിട്ടുപോയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമ്മളുടെ അസോസിയേറ്റ്സിൽ കൂടെ, ഏറ്റവും കൂടുതൽ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഏരിയയിലായിരിക്കും.
ഇപ്പം മക്കളിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റിയിൽ കൂടെ നമ്മളെ കൃത്യമായിട്ട് ലോകം തിരിച്ചറിയും. ഇപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുറേ ട്രേറ്റ്സ് ഞങ്ങളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പിന്നെ ചിലർ പറയാറുണ്ട് അവർ അമ്മയുടെയും അച്ഛൻ്റെയും പോലെ അല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അമ്മയുടെ അച്ഛൻ്റെയും ആ ഒരു കരുതലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരിൽ കുറച്ചുകൂടെ കൂടുതൽ പകർന്നു കിട്ടിയ പോലെ തോന്നിയെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ആ പകർന്നു നൽകുന്ന പരിപാടിയും പിന്നെ നമ്മളിലൂടെ നമ്മളുടെ പാരൻസ് ജീവിക്കുന്നത്. അത് അവരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അവർ അനുഭവത്തിൽ വരും. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ മരിക്കുന്നത് വരെ യഥാർത്ഥത്തിൽ എന്നിൽ അച്ഛന് സ്വാധീനമുണ്ടോ എന്നുള്ള ചോദ്യം എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ സമയം വരെ അമ്മയാണ് എന്നിൽ കൂടുതൽ സ്വാധീനമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ പാരൻ്റ് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അച്ഛൻ മരിച്ച ആ വിവരം അറിഞ്ഞ ആ മൊമെൻറ്റിൽ എൻ്റെ മനസ്സിലൂടെ പോയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പാരൻറ്റിങ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാതാപിതാക്കൾ ഇല്ലാതെ ആയാലും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയണം. അവരെ ആ രീതിയിൽ പ്രാപ്തരാക്കണം. പിന്നെ നമ്മളെ ഓർക്കണം, നമ്മൾ വിചാരിച്ചിരുന്ന പോലെ ജീവിക്കണം എന്നൊന്നും മുൻകൂട്ടി പറയാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മുടെ നല്ല ക്വാളിറ്റീസും നമ്മളോടൊപ്പമുള്ള ആ ഒരു സമയവും മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുക. അതിനുള്ള ഒരു വളർച്ചയുടെ എല്ലാവിധ ഘട്ടത്തിലും നമ്മൾ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. അത്രയേ ഉള്ളൂ.